Debate with Dr. Arun Kumar. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ ഗവർണർ സർക്കാർ പാനൽ തള്ളീരി സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനങ്ങൾ വീണ്ടും പുതിയ പോർമുഖം തുറക്കുകയാണ്. സാങ്കേതിക സർവകലാശാലയിൽ താൽക്കാലിക വിസിയായി പ്രൊഫസർ കെ ശിവപ്രസാദിന്റെയും ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വിസിയായി ഡോക്ടർ സിസ തോമസിന്റെയും ഗവർണർ സ്വന്തം താൽപര്യപ്രകാരം നിയമിച്ചതാണ് ഇപ്പോഴത്തെ വിവാദം. വിസി നിയമനത്തിൽ ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ അധികാരം വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. സർക്കാർ കൊടുത്ത ലിസ്റ്റിന് പുല്ലുവിലയാണ് ചാൻസലർ കൂടിയായ ഗവർണർ നൽകിയത്. ഇതിനിടെ KTU താൽക്കാലിക വിസി നിയമനത്തിൽ സ്റ്റേ ഇല്ല എന്ന ഹൈക്കോടതി വിധിയും ഇന്ന് വന്നു. വിധി സർക്കാരിന് തിരിച്ചടിയോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആരോഗ്യ സർവകലാശാലയിൽ വിസി പുനർനിയമനത്തിൽ വലിയ എതിർപ്പുയർത്താതിരുന്ന സർക്കാരിനെ വീണ്ടും ചാൻസലർ നോക്കുകുത്തിയാക്കുന്നു. ചാൻസലറുടേത് തോന്നിവാസം. KTUവിലെ താൽക്കാലിക വിസി നിയമനത്തിൽ ഗവർണറുടേത് ഏകപക്ഷീയമായ തീരുമാനമാണെന്നും ഒരു കൂടിയാലോചനയും നടത്തിയിട്ടില്ലെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. KTUവിൻ്റെ ആക്റ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതുപോലെ സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന പാനലിൽ നിന്ന് നിയമിക്കുക എന്നുള്ള കാര്യം അദ്ദേഹം അതിന് വിരുദ്ധമായ നിലയിലാണ് നിലപാട് സ്വീകരിച്ചത്. സർക്കാർ അതിൽ നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ നിയമനത്തിന് തനിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം. മന്ത്രിയുമായി തർക്കിക്കാനില്ലെന്നും സർക്കാരിന് എതിരഭിപ്രായമുണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കട്ടെ എന്നും ഗവർണർ പറഞ്ഞു. That was at that time because the Honorable High Court had said, and there is a provision in the act of these two universities, government, the right of the government to recommend names. On the basis of that recommendation, I have given charge to him. ചാൻസലറുടേത് തോന്നിവാസമോ എന്നാണ് ചോദ്യം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPM പ്രതിനിധി, BJP പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, സേവ് യൂണിവേഴ്സിറ്റി ഫോറം പ്രതിനിധി പ്രൊഫസർ AG ജോർജ് എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം VP ശ്രീപത്മനാഭനിലേക്ക്. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ഹൈക്കോടതിയിൽ സർക്കാരിന് പാനൽ കൊടുക്കാമെന്ന് വിധി വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഗവർണർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്തിനാണ്? ചാൻസലർ കൂടിയായ ഗവർണർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏതു വിധത്തിലാണ് സഹായിക്കുക? ചാൻസലർ കാട്ടിയത് തോന്നിവാസമല്ലേ? ചാൻസലറുടെ അധികാരം സുപ്രീം കോടതി ഗോപിനാഥൻ രവീന്ദ്രൻ്റെ കേസിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അതിൽ തർക്കിക്കാനൊന്നുമില്ല. ഇവിടെ പ്രശ്നം എന്താണ്? സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള യൂണിവേഴ്സിറ്റിയുടെ അംഗത്തെ സർക്കാർ കൊടുത്തില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കൊടുത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു താൽക്കാലിക വിസിയെ നിയമിക്കാനുള്ള അധികാരം ഗവർണർക്കുണ്ട് UGC ചട്ടപ്രകാരം. അപ്പോൾ ചോദിക്കും, കേരള യൂണിവേഴ്സിറ്റി നിയമമാണോ UGC ചട്ടമാണോ വലുതെന്ന്? അതും സുപ്രീം കോടതി തീരുമാനിച്ചു കഴിഞ്ഞതാണ്. സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആണെങ്കിൽ കൂടി, അതായത് സർക്കാർ സെക്രട്ടറിമാരുണ്ടാക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും ആണെങ്കിൽ കൂടി കേന്ദ്ര സർക്കാരിൻ്റേതാവുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ അതിനാണ് പ്രാധാന്യമെന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞതാണ്, ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞതാണ്. സബോർഡിനേറ്റ് രജിസ്ട്രേഷൻ ആണെങ്കിൽ കൂടി സെൻട്രൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിൽ സ്റ്റാൻഡ്. അപ്പോൾ UGC ചട്ടമാണ് ബാധകം. ഗവർണർക്ക് 6 മാസത്തേക്ക് താൽക്കാലിക ഗവർണറെ നിയോഗിക്കാം. പിന്നെ ഗവർണർ എന്ന വാക്കന്നെ ഉപയോഗിക്കുന്നത് ശരിയല്ല, ചാൻസലർ എന്ന വാക്ക് ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുക. കാരണം ഗവർണറുടെ അധികാരം വേറെ, ചാൻസലറുടെ അധികാരം വേറെ. ചാൻസലറുടെ അധികാരം ഗോപിനാഥൻ രവീന്ദ്രൻ്റെ കേസിൽ സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി ആ കാര്യത്തിൽ തർക്കിച്ചിട്ട് കാര്യമല്ല. പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം സെർച്ച് കമ്മിറ്റിയിലേക്ക് സർക്കാർ നോമിനിയെ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നോമിനിയെ കൊടുക്കാതിരിക്കുക. 3 നോമിനിയാണല്ലോ, UGCൻ്റെ നോമിനി, ചാൻസലറുടെ നോമിനി, യൂണിവേഴ്സിറ്റിയുടെ നോമിനി. അത് കൊടുക്കാതിരിക്കുമ്പോൾ സെർച്ച് കമ്മിറ്റി ഇല്ലാണ്ടാവുമ്പോൾ പിന്നെ ഗവർണർ എന്തു ചെയ്യണം? അത് UGC ചട്ടം ക്ലിയറാണ്. ഗവർണർക്ക് യോഗ്യനായ ആളെ ഒന്നുകിൽ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അല്ലെങ്കിൽ യോഗ്യതയുള്ള ഒരാളെ താൽക്കാലികമായി നിയമിക്കാം. അത് ഗവർണർ നിയമിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് സ്റ്റേ കിട്ടാതിരുന്നത്. എൻ്റെ കയ്യിൽ ഇന്നത്തെ നടപടിക്രമം അതുകൊണ്ടാണ്. വിസി നിയമിക്കാതിരുന്നാൽ വിസി ഇല്ലാത്ത അവസ്ഥയുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് സ്റ്റേ അനുവദിക്കാതിരുന്നത്. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ഈ താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ട് കേരള സാങ്കേതിക സർവകലാശാലയിൽ എന്താണ് ഹൈക്കോടതി പറഞ്ഞത്? അല്ല, UGC ചട്ടം ക്ലിയറാണ്, ഗവർണർക്ക് അധികാരമുണ്ട്.
എന്താണ് ഹൈക്കോടതി പറഞ്ഞത്? ശ്രീ വി പി ശ്രീപത്മനാഭൻ, അധികാരമുണ്ട്. ഇനി ഇവർ കോടതി കേസ് സർക്കാരിന് പാനൽ കൊടുക്കാമോ കൊടുക്കാൻ പാടില്ല? അതായത് ഇതൊക്കെ സർക്കാരിന്റെ പാനൽ കൊടുക്കാം, പക്ഷെ അത് ഗവർണർ പരിഗണിക്കണം എന്നില്ല UGC ചട്ടപ്രകാരം. അതെന്ത് ഏർപ്പാടാണ്? വേണമെങ്കിൽ പരിഗണിക്കാം, വേണ്ടെങ്കിൽ പരിഗണിക്കാം. സർക്കാർ പാനലിന് പുറത്തുനിന്ന് ഒരാളെ നിയമിക്കാമെന്ന് ഹൈക്കോടതി വിധിയുണ്ടോ? അതാണ് UGC ചട്ടം. അങ്ങനെ UGC ചട്ടമില്ലല്ലോ. താൽക്കാലിക നിയമനത്തിന് എവിടെയാണ് ഏത് ചട്ടമാണ് പറയുന്നത്? താൽക്കാലിക VC നിയമനത്തിന് UGCയുടെ ഏത് ചട്ടപ്രകാരമാണ് ഇപ്പോൾ ഗവർണർ നിയമിച്ചിരിക്കുന്നത്? UGC ചട്ടം ഞാൻ പറഞ്ഞുതരാം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സർക്കാർ ചെയ്യേണ്ടത് പാനൽ കൊടുക്കലല്ല, അത് സ്ഥിര നിയമനമല്ലേ? പ്രാഥമിക ഡ്യൂട്ടി. അത് സ്ഥിര നിയമനമല്ലേ? സ്ഥിര നിയമനം ഇപ്പോൾ രാഷ്ട്രപതി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കേരള സർക്കാരിന്റെ നിയമനിർമ്മാണം താൽക്കാലിക നിയമനം വേണ്ട, സ്ഥിര നിയമനം വേണ്ട. അത് അവിടെ നിൽക്കാൻ പറ്റൂലല്ലോ, അങ്ങനെ നിൽക്കാനൊന്നും പറ്റൂല. നിൽക്കലൊക്കെ അവിടെ കട്ടെ, ഇത് സ്ഥിരം നിയമനം വേണം, അതിനാണ് ഇത് പറയുന്നത്. അപ്പൊ അത് ചെയ്യാണ്ടിരിക്കുമ്പോൾ UGC ചട്ടപ്രകാരം ഗവർണർക്ക് യോഗ്യനായ ഒരാളെ നിയമിക്കാൻ 6 മാസത്തേക്ക് നിയമിക്കാൻ അധികാരം. അങ്ങനെ സർക്കാർ കൊടുക്കുന്ന പാനലിൽ നിന്ന് വേണമോ വേണ്ടോ? വേണ്ട, ഒരു നിർബന്ധമില്ല. അത് ഏത് വിധി? ഒരു നിർബന്ധമില്ല. ആ ഹൈക്കോടതി തീരുമാനിക്കട്ടെ. അത് ഹൈക്കോടതി സർക്കാരിന് പാനൽ കൊടുക്കാം എന്ന് തീരുമാനിച്ച് വിധി വരുന്നതിന് മുൻപ് തിടുക്കപ്പെട്ടി ഗവർണർ എന്തിനാണ് നീക്കം നടത്തിയെന്നാണ് ചോദ്യം. കൊടുക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് അനുസരിക്കണം എവിടെയും പറഞ്ഞിട്ടില്ല. അതാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ വാദം. സർക്കാരിന് വേണമെങ്കിൽ പാനൽ കൊടുക്കാം, അതനുസരിക്കണമെന്ന് ഗവർണർക്ക് ബാധ്യതയില്ല എന്നാണ് ശ്രീപത്മനാഭന്റെയും ഗവർണറുടെയും ചാൻസലറുടെയും വാദം. ചാൻസലർക്ക്, ഗവർണർ അല്ല, ചാൻസലർക്ക്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന മാനിക്കണം എന്ന ബാധ്യതയില്ലാത്ത ഒരു രാഷ്ട്രീയ സംവിധാനമാണല്ലോ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ സംസ്ഥാനങ്ങളിലെ ബഡ്ജറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സർവകലാശാലകളെ കാവുവൽക്കരിക്കുക എന്നൊരു അജണ്ട മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ അജണ്ടയുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ സർവകലാശാല രംഗത്ത് കാവുവൽക്കരണം നടപ്പാക്കണം. ഭാരതീയ സംസ്കാരമെന്ന് അവർ വിളിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക്, സംസ്കൃതിയിലേക്ക് നമ്മുടെ അക്കാദമിക് മണ്ഡലത്തെ ചുരുക്കിക്കെട്ടണം. ശാസ്ത്ര ഗവേഷണത്തെ അട്ടിമറിക്കണം, ചരിത്ര പഠനങ്ങളെ അട്ടിമറിക്കണം, വ്യാജ ചരിത്രം നിർമ്മിക്കണം. അതിന് തക്കവണ്ണമുള്ള അധ്യാപകർ വരണം സർവകലാശാലകളിൽ. ആ അധ്യാപകരെ നിയമിക്കുന്ന തരത്തിലുള്ള വൈസ് ചാൻസലർമാർ അവിടെ സ്ഥാപിക്കപ്പെടണം. അതിന് തക്കവണ്ണം സംസ്ഥാന സർവകലാശാലകളെ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന സംഘപരിവാർ അജണ്ടയാണ് UGC 2018 കൊണ്ടുവന്ന ഒരു ഭേദഗതിയിൽ നേടിയിരിക്കുന്നത്. ആ ഭേദഗതിയിൽ പറയുന്നത് UGCയുടെ ഒരു പകുതി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ വൈസ് ചാൻസലർ നിയമനം സാധുവാവുകയുള്ളൂ. UGCയുടെ പകുതി എന്ന കേന്ദ്ര സർക്കാരിൻ്റെ UGC ചട്ടം പാലിക്കാൻ കേരള സർക്കാർ തയ്യാറാണ്. പക്ഷെ സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള പൂർണ്ണ അധികാരം ആർക്ക് എന്ന് ഏത് നിയമത്തിലാണ് പറയുന്നത്? സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ചാൻസലർക്ക് അധികാരമുണ്ടെന്ന് ഏത് നിയമത്തിലാണ് പറയുന്നത്? ചാൻസലർക്ക് എവിടുന്നെങ്കിലും വന്ന് പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് ഒരാളെ നിയമിക്കാൻ കഴിയുമെന്ന് ഏതു നിയമത്തിലാണ് പറയുന്നത്? നിയമവാഴ്ചയുള്ള നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കേണ്ടത് അണ്ടർ ഡ്യൂ പ്രോസസ് ഓഫ് ലോ. ഞാൻ ഭരണഘടനയിലെ ഒരു വരിയാണ് പറയുന്നത്, അണ്ടർ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആണെന്ന് നിയമാധികാരങ്ങളെ, അധികാര സ്ഥാനങ്ങളെ, കോടതികളെ ബോധ്യപ്പെടുത്താൻ ഭരണഘടനാപരമായും അല്ലാതെയും ചുമതലയേറ്റിട്ടുള്ള എല്ലാ നിയമസ്ഥാപനങ്ങൾക്കും ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ 2 ആളുകളെ നിയമിച്ചതും ഡ്യൂ പ്രോസസ് ഓഫ് ലോയിലാണ് എന്ന് തെളിയിക്കപ്പെടുക എന്നുള്ളതാണ് പ്രധാനം. അതുണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു നിമിഷം ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് ഈ സ്ഥിര നിയമനം VCയുടെ കാര്യത്തിൽ നടത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. നിലവിലുള്ള നിയമപ്രകാരം സെർച്ച് കമ്മിറ്റിയിലേക്ക് യൂണിവേഴ്സിറ്റി പ്രതിനിധിയെ കൊടുക്കുന്നില്ല. ഇതാണല്ലോ സാങ്കേതിക പ്രശ്നം. കേരള സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ബില്ലാവട്ടെ അത് രാഷ്ട്രപതി റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. ആ ബില്ല് കഴിഞ്ഞു, അത് വീറ്റോ ആയിപ്പോയി. ഇനി മറ്റൊരു നിയമനിർമ്മാണം നടക്കണം. അതുവരെ നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലകളിലെ VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ സർവകലാശാല പ്രതിനിധികളെ അയക്കേണ്ടതല്ലേ?
നിങ്ങൾ ഈ തുറന്ന പോര് നടത്തുമ്പോൾ സർക്കാർ അതിലൊരു പിടിവാശി കാണിക്കുന്നില്ലേ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ? അല്ല, കേരളത്തിലെ സർവകലാശാലകളൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നാട്ടിലെ UP പോലെയോ ഉത്തരേന്ത്യയിലെ പോലെയല്ല. ലോക മാതൃകകളായ ഉജ്ജ്വലമായ വികാസഗതികളിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നാക് അക്രഡിറ്റേഷൻ ഉൾപ്പെടെ വിസ്തൃതമായ നിലയിലാണത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. UGC ഏറ്റവും അവസാനം ചൂണ്ടിക്കാട്ടിയ 4ാം വർഷ ബിരുദ കോഴ്സ് ആരംഭിച്ചതിലും കേരള മാതൃക ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പകർത്തേണ്ടതാണ് എന്ന് UGC പറഞ്ഞിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് UGCയിൽ നിന്ന് പ്രത്യേകമാരോ പഠിപ്പിക്കാൻ വരുന്നു, ഇന്ത്യ രാജ്യത്തെ വിദ്യാഭ്യാസം എല്ലാം UGC മെച്ചപ്പെടുന്നൊരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കാർക്കുമില്ല. 2, ബഹുമാനപ്പെട്ട അരുൺ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഒരു സംസ്ഥാന നിയമസഭയുടെ നിയമത്തെ വീറ്റോ ചെയ്യാൻ രാഷ്ട്രപതിക്കുള്ള അധികാരം ഞാൻ ആ പുസ്തകത്തിൽ കണ്ടില്ല. അങ്ങ് അതിൻ്റെ അധ്യാപകൻ കൂടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഗവർണർക്കോ രാഷ്ട്രപതിക്കോ വീറ്റോ അധികാരമില്ല എന്നാണ്. ഗവർണർക്കും രാഷ്ട്രപതിക്കും വീറ്റോ അധികാരമുണ്ടെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും നിയമത്തെ വീറ്റോ ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ടോ? സംസ്ഥാന നിയമസഭകൾ, സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട നിയമം, അല്ല അതിപ്പോ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമല്ലേ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ? അതിൽ തീർപ്പ് നമുക്ക് രണ്ടുപേർക്കും കൽപ്പിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ പിന്നെ അങ്ങ് പറഞ്ഞെടുത്ത് തെറ്റുണ്ട്. രാഷ്ട്രപതി റിജക്ട് ചെയ്തതോടുകൂടി ആ ബില്ലിന്റെ അവസ്ഥ എന്തായി? അങ്ങ് പറഞ്ഞെടുത്ത് തെറ്റുണ്ട്. രാഷ്ട്രപതി റിജക്ട് ചെയ്തതോടുകൂടി ആ ബില്ലിന്റെ അവസ്ഥ എന്തായി? അവിടെയാണ് അങ്ങ് ഈ കാര്യം കുറേ കാലം ഈ പാലക്കാടായിരുന്നുകൊണ്ടൊക്കെ മറന്നുപോയതാ. അങ്ങ് ഇത് മറക്കുന്ന ആളല്ല. ഭരണഘടനയുടെ കാര്യത്തിൽ അങ്ങാണ് നമ്പർ 1 കേരളത്തിൽ. രാഷ്ട്രപതി റിജക്റ്റ് ചെയ്തോ? ഇല്ല. രാഷ്ട്രപതി അത് പിടിച്ചു വച്ചിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലല്ല, അത് റിജക്റ്റ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അടുത്ത റൗണ്ടിൽ അത് ഇല്ല, ഞാൻ മനസ്സിലാക്കുന്നത് റിജക്റ്റ് ചെയ്തിട്ടില്ല. അങ്ങക്ക് ആ ഉത്തരവ് ഹാജരാക്കാം. റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേരള സർക്കാരിന് കോസ് ഓഫ് ആക്ഷനായി. ഇപ്പോൾ കേരള സർക്കാരിന് കോസ് ഓഫ് ആക്ഷൻ ആകുന്നതിനുള്ള തടസ്സം റിജക്റ്റ് ചെയ്തിട്ടില്ല. അത് കെപ്റ്റ് ഇൻ അബയൻസ്. അത് പരിഗണനയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നു, വിശദ പരിഗണനയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നു. എന്താണ് വിശദ പരിഗണനയുടെ പ്രശ്നം? ഏതെങ്കിലും ഒരു നിയമം കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിനകത്താണ്, കേന്ദ്ര പട്ടികയിൽപ്പെട്ട വിഷയത്തിലാണ് എന്ന് സംശയം തോന്നിയാൽ അത് ഗവർണർക്ക് രാഷ്ട്രപതിക്ക് അയക്കാം. അത് പരിശോധിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ദ പ്രസിഡന്റ് വിത്ത് ഹോൾസ് അസെന്റ് ടു 3 ബിൽസ് പാസ്ഡ് ബൈ കേരള എന്ന് പറഞ്ഞാൽ ഒപ്പിടാൻ വിസമ്മതിച്ചു. യു ആർ കറക്റ്റ്. അതിന്റെ അടുത്ത സെക്ഷൻ വായിക്കും. വിത്ത് ഹോൾഡ് എന്ന് പറയുന്നതിന്റെ ബില്ല് വിത്ത് ഹോൾഡ് ചെയ്തേക്കുന്നതല്ല, അസന്റ് വിത്ത് ഹോൾഡ് ചെയ്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒപ്പിടാൻ വിസമ്മതിച്ചു. ടെക്നിക്കലി ആ ബില്ല് റിജക്റ്റ് ചെയ്തു എന്നല്ലേ അതിനർത്ഥം? ആയിക്കോട്ടെ. അത് തന്നെ അല്ലല്ല, ഒരിക്കലുമില്ല. അങ്ങ് വായിച്ചത് സബ്സെക്ഷൻ 2 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ എൻ്റെ കയ്യിൽ പുസ്തകം ഇപ്പം ഇല്ല. 3 ആണെങ്കിൽ 3യിൽ പറയുന്നത് എന്താണ്? അതിൻ്റെ അടിസ്ഥാനത്തിൽ 6 മാസത്തിനകം ഇത് തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ 6 മാസത്തിനകം നിയമസഭ ഒരു തീരുമാനം എടുക്കണമെന്നാണ് അടുത്ത സെക്ഷൻ പറയുന്നത്. തിരിച്ച് കിട്ടില്ല സാർ. പ്രസിഡന്റിലേക്ക് പോയി ബില്ല് അസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യണം എന്നുള്ളത് സുപ്രീം കോടതിയുടെ ഭരണഘടനയിൽ അസെന്റ് വിത്ത് ചെയ്താൽ അതെന്ത് തീരുമാനിക്കണം എന്നുള്ളത് ഇപ്പോൾ ലാർജ് ഡിവിഷൻ ബെഞ്ചിന് പോയിരിക്കുന്ന വിഷയമല്ലേ? അതാണല്ലോ ഇനി പരിഗണിക്കാൻ പോകുന്നത് സുപ്രീം കോടതി. അത് തന്നെ. അപ്പൊ ക്ലിയറാണ്. അപ്പോൾ നിലവിൽ നമ്മൾ കറക്റ്റ് ലൈനിലേക്ക് തൽസ്ഥിതി തുടരണം. തൽസ്ഥിതി എന്തുകൊണ്ട് തുടരുന്നില്ല? നിലവിൽ ഇത് തന്നെ ഒന്നാമത്തെ പോയിന്റ്. കേരള സർക്കാരിൻ്റെ നമ്പർ 1 കേസ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നിയമസഭയുടെ വിസ്ഡം എന്ന് പറയുന്നത് ജനതയുടെ വിസ്ഡമാണ്. ആ ജനതയുടെ വിസ്ഡം ഈ ചാൻസലർ പദവി വഹിക്കാൻ ഈ ഗവർണർ അയോഗ്യനാണ്. അതുകൊണ്ട് ചാൻസലർ പദവിയിൽ പുതിയ സംവിധാനം കേരള സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ നിയമസഭ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ജനവിധി. അത് ഗവർണർ അംഗീകരിക്കണം. അത് അംഗീകരിക്കുന്നതിന് തടസ്സപ്പെടുത്താൻ 2 കൊല്ലക്കാലം ഇതിൻ്റെ മേലെ അടയിരുന്നിട്ട് നാണം കെട്ട ഒരു ഗവർണർ നാണം കെട്ട ഒരു പണി കാണിച്ചു. ആ നാണം കെട്ട പണി എന്താണ്? അത് രാഷ്ട്രപതിക്ക് അയച്ചു. രാഷ്ട്രപതിക്ക് നാണമില്ല എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അവരും ആ നിലയാണ് സ്വീകരിക്കുന്നതെങ്കിൽ രാഷ്ട്രപതി കോടതിയുടെ മുന്നിൽ ഉത്തരം പറയും. കാരണം നിങ്ങൾ സതൽവാദ് വാദിച്ചതുപോലെ, കേശവാനന്ദ കേസിൽ സതൽവാദ് വായിച്ച പോലെ, നിങ്ങൾ എത്രയും ഉയർന്നിരുന്നാലും അതുക്കും മേലെയാണ് ലോ എന്ന് സതൽവാദിൻ്റെ വാദം പോലെ രാഷ്ട്രപതിയുടെ മേലെയാണ് ഇന്ത്യൻ ഭരണഘടന. രാഷ്ട്രപതിയുടെ കീഴെയല്ല. അതുകൊണ്ട് തന്നെ ചോദ്യം ഇതാണ്,
ഈ പോരാട്ടം കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്താണ് ഗുണം എന്നുള്ളത്? പ്രൊഫസർ എ ജി ജോർജ്, ഈ പോരാട്ടം കൊണ്ട് സർവകലാശാലയ്ക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത്? ഡോക്ടർ അരുൺ, ഇത് സർവകലാശാലയ്ക്ക് മാത്രമല്ല, സർവകലാശാലയുമായി ബന്ധപ്പെട്ട പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെയും അതുപോലെ അവരുടെ രക്ഷിതാക്കളുടെയും ഭാവിയെ വല്ലാതെ ബാധിക്കുകയും ദോഷകരമായി പല കാര്യങ്ങളും സംഭവിക്കുകയും ചെയ്യുന്ന ഒരു പരിസ്ഥിതിയിൽ വളരെ ഖേദത്തോടു കൂടി മാത്രമേ ഈ പരിസരത്തെ കാണാൻ കഴിയുള്ളൂ. ഇത് രാഷ്ട്രീയമായി ഇത് വാദപ്രതിവാദം നടത്തി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല ഡോക്ടർ അരുൺ. ഡോക്ടർ അരുണ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയും യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനാവുകയും ചെയ്ത ഒരാളാണ്. താങ്കൾ ഈ അധ്യാപക വൃത്തിയിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും അതിരിക്കട്ടെ, ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ സമാന്തര രേഖകളിലാണ് ചാൻസലറും അതുപോലെ തന്നെ സർക്കാരും സഞ്ചരിക്കുന്നത്. അത് കുറേ വർഷങ്ങളായി ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് പോലും ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യരായ 2 അഭിഭാഷകരും വിദ്യാർത്ഥികളായിരുന്നപ്പോഴൊന്നും കേരളത്തിലെ ഒരു സർവകലാശാലയിലും ഇതുപോലെ ഒരു സാഹചര്യം മുൻപ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നത് ഗവർണറുടെ ഭാഗത്തും സർക്കാരിൻ്റെ ഭാഗത്തും രണ്ടും ശരി ഭാഗത്താണ് എന്ന മട്ടിൽ നിൽക്കുന്നത് കൊണ്ടുള്ള പ്രധാനമായ ഒരു പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ആദ്യമായി തന്നെ പറയട്ടെ ഡോക്ടർ അരുൺ, ഇതൊരു നീണ്ട നിയമ പോരാട്ടത്തിലൂടെ മാത്രമേ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടുകയുള്ളൂ. ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും പൂർണ്ണമായി ശരിയല്ല, അതിനകത്ത് ചില അവ്യക്തതകളുണ്ട്. അതായത് ഡോക്ടർ അരുൺ അറിയാമല്ലോ, കേരളത്തിലെ സർവകലാശാലകൾക്കെല്ലാം ഒരേ നിയമമല്ല ബാധകമാക്കിയിരിക്കുന്നത്. കാലാകാലങ്ങളിൽ രൂപപ്പെട്ട സർവകലാശാലകൾക്ക് അസംബ്ലി പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളിൽ നേരിയ വ്യത്യാസമുണ്ട്. അതിലേറ്റവും ഒരു ഉദാഹരണം പറയാൻ, സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ നിയമനത്തിനകത്ത് 3 പേരുൾപ്പെടുന്ന സെർച്ച് കമ്മിറ്റിയെ നിയോഗിക്കുമ്പോൾ അതിലൊരാൾ UGCയുടെ പ്രതിനിധിയായിരിക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, AICTയുടെ പ്രതിനിധിയായിരിക്കണമെന്നാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ICARൻ്റെ പ്രതിനിധിയായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ വ്യത്യാസങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇതിൽ നിന്നൊക്കെ മാറി ഒരുപാട് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇവിടെ 2 രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ പറഞ്ഞത്. ദുഃഖത്തോടെ പറയട്ടെ, നമ്മുടെ വിഷയത്തിൽ തന്നെ ഞാൻ പരിമിതപ്പെടാൻ നിൽക്കുകയാണ്. അരുണെ, ഒരു കാര്യം കാണണം, ഇതിനകത്ത് ഈ പറയുന്ന താൽക്കാലിക നിയമനമാണെങ്കിലും ശരി, സ്ഥിര നിയമനമാണെങ്കിലും ശരി, പൊതുവായിട്ടുള്ള ചട്ടങ്ങൾ അങ്ങേക്കറിയാവുന്നതുപോലെ ഇന്ത്യയിലെ സകല സർവകലാശാലകളെയും നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ചട്ടങ്ങളാണ് UGC കാലാകാലങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നത്. അത് എല്ലാ സർവകലാശാലകൾക്കും ബാധകമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. ഒന്ന്, ഈ പറയുന്നതായിട്ടുള്ള സാങ്കേതിക സർവകലാശാലയിലെ ആക്ടിനകത്ത് സ്വാഭാവികമായി സർക്കാരുമായി ബന്ധപ്പെട്ട് വേണം വൈസ് ചാൻസലറെ നിയമിക്കേണ്ടത് എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ ഇവിടെ കാണേണ്ടതായ ഒരു കാര്യം, ഈ പറയുന്ന സാഹചര്യത്തിന് ശേഷമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സർവകലാശാലകളെ സംബന്ധിച്ച വിവിധ കേസുകൾ വന്നപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയതായിട്ടുള്ള നിരീക്ഷണം. അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ, ഡോക്ടർ പ്രിയ വർഗീസിൻ്റെയും മറ്റും കേസ് ഇപ്പോഴും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ തീരുമാനമാകാതെ ഇരിക്കുകയാണ്. അങ്ങനെ പല കേസുകൾ ചർച്ചയ്ക്കെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഏറ്റവും ഒടുവിൽ പറഞ്ഞത്, എന്തെല്ലാം നിയമം അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ സർവകലാശാലകളുടെ കാര്യത്തിൽ എടുത്താലും സർവകലാശാലകൾ എന്ന് പറയുന്നത് സ്വതന്ത്ര അധികാരമുള്ള അല്ലെങ്കിൽ ആ തരത്തിൽ സ്വയംഭരണ അവകാശമുള്ള സ്ഥാപനങ്ങളാണ്. അതിനകത്ത് വൈസ് ചാൻസലർ നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ ഇടപെടാൻ പാടില്ല എന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ ഒടുവിൽ ജഡ്ജിമെൻ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ണൂർ സർവകലാശാല യൂണിവേഴ്സിറ്റിയുടെ നിയമത്തിൽ ആ വിഷയമല്ല, അന്നത്തെ സാഹചര്യത്തിൽ ആ വിഷയമല്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. മറ്റ് കാരണങ്ങളാലാണ് ഗോപിനാഥ് രവീന്ദ്രൻ്റെ പുനർനിയമനം അനുവദിക്കാതെ പോയതും തള്ളിപ്പോയതും. എന്നാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതു സംബന്ധിച്ചുള്ള മറ്റ് കേസുകൾ നേരത്തെ കൈകാര്യം ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും പറഞ്ഞത് ഇതിനകത്ത് പ്രത്യേകിച്ച് ക്രമക്കേടുകളൊന്നുമില്ല, അതുകൊണ്ട് ഈ തീരുമാനം ശരിയാണ് എന്ന ഒരു നിലപാടാണ് എടുത്തത്. എന്നാൽ ഇവിടെ പ്രധാനമായി പരിഗണിക്കേണ്ടതായ പ്രശ്നം, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി അല്പം കൂടെ കടന്ന ഒരു നിലപാടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എടുത്തത്. അപ്പം ഞാനൊരു അഭിഭാഷകനല്ല, അഭിഭാഷകരോട് ഞാനൊരു ചോദ്യം വിനയത്തോടെ ചോദിക്കട്ടെ.
ഹൈക്കോടതിയിൽ എന്ത് തീരുമാനമെടുത്താലും അതിനെ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെട്ട് ഓവർടേക്ക് ചെയ്യുന്ന സ്വഭാവത്തിൽ ഒരു തീരുമാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുണ്ടായാൽ അതിനല്ലേ സ്വാഭാവികമായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടത്, അതല്ലേ നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നതിനാൽ ആ നിരീക്ഷണത്തെ മറികടന്നുകൊണ്ട് ഹൈക്കോടതി വിധികൾക്ക് പോകാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. CAG ജോർജ്, ഞാൻ ഒരിക്കൽ കൂടി ശ്രീ പത്മനാഭനിലേക്ക് പോകുന്നു. ശ്രീ പത്മനാഭൻ, നമുക്ക് ഓർമ്മയുണ്ടല്ലോ കേരള സർവകലാശാലയിലെ സെനറ്റിലേക്ക് വിദ്യാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്ത ഈ ചാൻസലർ നടപടി ഹൈക്കോടതി തൂക്കിയെടുത്ത് തോട്ടിലെറിഞ്ഞില്ലേ? ആ വിദ്യാർത്ഥികൾക്ക് പകരം യോഗ്യതയുള്ളവരെ തീരുമാനിക്കണമെന്ന നിലയിലേക്ക് എത്തിയില്ലേ? അവിടെയും ചാൻസലർ എന്ന നിലയിൽ തിരിച്ചടി നേരിട്ടില്ലേ? കണ്ണൂരിൽ തന്നെ മറ്റൊരു അധ്യാപികയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഈ ചാൻസലർക്ക് തിരിച്ചടി നേരിട്ടില്ലേ? അതുകൊണ്ട് എൻ്റെ ചോദ്യം ഇതാണ്, സർക്കാർ കൊടുക്കുന്ന പാനലിൽ നിന്ന് ആ പാനലിലെ വിദഗ്ധരായവരെ നിയമിക്കാം എന്ന് ഹൈക്കോടതി ഉത്തരവ് വരുമ്പോൾ താൽക്കാലിക VC നിയമനത്തിന് സർക്കാരുമായി പോർമുഖം തുറക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? അതിൻ്റെ സതുദ്ദേശം എന്താണ്? അതിനി മനസ്സിലാവുന്നില്ല. അതിൽ CPM പറയുന്നത് ദുരുദ്ദേശമാണെന്നാണ്. VP ശ്രീ പത്മനാഭൻ. അല്ല, ഇതിന് വിഷയം എന്താ അറിയോ, ഓരോ സംഭവങ്ങളും ഓരോന്നായി കാണണം. ഇപ്പോൾ കേരള സർവകലാശാലയിലേക്ക് അവിടെ സെനറ്റിലേക്ക് നിയമിച്ച 1-2 ആളെ യോഗ്യതയുടെ പേരിൽ മാറ്റി. അതേസമയത്ത് കോഴിക്കോട് സർവകലാശാലയിൽ അദ്ദേഹം നിയമിച്ച ആളുകൾ ഇപ്പോഴും തുടരുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. എന്നെ നിയമിച്ചു, താങ്കളെ നിയമിച്ചു. താങ്കൾക്ക് യോഗ്യതയുണ്ട്, എനിക്ക് യോഗ്യതയില്ല. എൻ്റെ നിയമനം റദ്ദായിപ്പോയി, താങ്കളുടെ നിയമനം റദ്ദാവുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങോട്ട് ചെയ്തൊക്കെ തെറ്റാണെന്നാണോ? അങ്ങനെയൊന്നും വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഒരു പ്രശ്നം എന്താ അറിയോ, സുപ്രീം കോടതിൻ്റെ ഒരു കൃത്യമായ വിധിയുണ്ട്. ഈവൺ ഇഫ് ഇറ്റ് ഈസ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ, ദി സെൻട്രൽ ലോ വിൽ സ്റ്റാൻഡ്. കാരണം ഇത് കൺകറൻറ്റ് ലിസ്റ്റാണ്, ഇത് സ്റ്റേറ്റ് ലിസ്റ്റ് അല്ല, സെൻട്രൽ ലിസ്റ്റും അല്ല. കൺകറൻറ്റ് ലിസ്റ്റിലെ വിഷയത്തിൽ കേന്ദ്ര നിയമവും സംസ്ഥാന സർക്കാർ നിയമവും തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്ന കേന്ദ്ര നിയമമാണ് നിൽക്കുക. അത് സബോർഡിനേറ്റ് രജിസ്ട്രേഷൻ ആണെങ്കിൽ കൂടി ഇപ്പോൾ UGC ചില ചട്ടങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്, അതനുസരിച്ച് ഗവർണർക്ക് അധികാരമുണ്ട്. ഇനി അതല്ല, സംസ്ഥാന സർക്കാരിൻ്റെ നിയമമാണ് അവിടെ നിലനിൽക്കുക സംസ്ഥാന സർക്കാരിന് വാദമുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ അതുമായി കോടതി പോയല്ലോ, ഇനി അവിടെ തീരുമാനിക്കട്ടെ. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞു ഹൈക്കോടതി വിധിയുണ്ട് പാനൽ കൊടുക്കാമെന്ന്, അതിലൊന്നും തർക്കമില്ല. ആ പാനൽ അനുസരിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, അവിടെയാണ് എൻ്റെ വിഷയം. ഞാനതിപ്പോൾ വിളിച്ചു ചോദിച്ചു, ആ കേസുമായി ബന്ധപ്പെട്ട അഭിഭാഷകനെ വാട്സപ്പ് മെസ്സേജ് ചെയ്തു, അങ്ങനെ ഒരു ഉത്തരവുണ്ടോ? ഇല്ല, അങ്ങനെ ഉത്തരവില്ല. കൊടുക്കാം, അത് വേണമെങ്കിൽ പരിഗണിക്കാം. കാരണം ഇതിവിടെ ഭരണഘടനയൊന്നും ഇൻവോൾവ് അല്ല, വെറുതെ ഭരണഘടനയൊന്നും വലിച്ചു കൊണ്ടുവരണ്ട. കാരണം ഇത് ഗവർണറല്ല ഡിസിഷൻ എടുക്കുന്നത്, ചാൻസലറാണ്. ചാൻസലർ പദവി ഭരണഘടനാ പദവിയൊന്നുമല്ല, ചാൻസലർ എന്ന നിലയിൽ എടുക്കുന്ന തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനത്തിന് ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്തു എന്നും പറയണ്ട, അതൊന്നും അർത്ഥമില്ല. അപ്പോൾ ഇതിൽ തർക്കങ്ങളുണ്ട്. 2 തരം വിധികൾ സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഏതാണ് നേരത്തെ സംസാരിച്ച മാന്യദേഹം പറഞ്ഞതുപോലെ സുപ്രീം കോടതി വിധിയല്ലേ സ്വീകരിക്കേണ്ടത്? സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ അല്ലേ വലുത്, അതല്ലേ സ്റ്റാൻഡ് ചെയ്യുക. അപ്പോൾ അവിടെ ഇനി തർക്കമുണ്ടോ? തർക്കമുണ്ടെങ്കിൽ കോടതി പോട്ടെ. ഇപ്പോൾ ഗോപിനാഥൻ രവീന്ദ്രൻ്റെ കേസിൽ കുറേ കാര്യങ്ങൾ തീരുമാനമായി, ഇനി ഈ കേസിലും ബാക്കി കാര്യങ്ങൾ സർവകലാശാലയുടെ VC ആയി പുനർനിയമനം നൽകിയതും കേരള സർവകലാശാലയുടെ അധിക ചുമതലയിൽ അദ്ദേഹം വീണ്ടും തുടരുന്നതും സർക്കാർ കാര്യമായിട്ട് എതിർത്തില്ല. അപ്പോഴും സർക്കാർ കരുതിയത് സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും കേരള സർക്കാർ നിയമപരമായി ചട്ടപ്രകാരം കൊടുക്കുന്ന പാനലിൽ നിന്ന് ഗവർണർ നിയമനം നടത്തുമെന്നാണ്. അങ്ങനെ വലിയ സംഘർഷത്തിലേക്ക് പോകാൻ സർക്കാർ ആഗ്രഹിക്കാത്ത ഘട്ടത്തിലാണ് ഗവർണർ വീണ്ടും പിന്നിൽ നിന്ന് കുത്തുന്നത്. VP ശ്രീ പത്മനാഭൻ, അതാണ് സർക്കാരിനെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നതും. അങ്ങനെയൊന്നും അരുണും ഞാനും പറയണ്ട, ഡോക്ടർ അരുണും ഞാനൊന്നും അത് പറയണ്ട. എന്തിനാ പിന്നിന്ന് കുത്തി മുന്നിന്ന് കുത്തി എന്നൊക്കെ പറയുന്നത്? ആരും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാത്ത ഒരു സാഹചര്യമാണ്. കാരണം ഇതൊരു നിയമപ്രശ്നമാണ്, അവിടെയാണ് ഇതിൻ്റെ വിഷയം, നിയമപ്രശ്നമാണ്. ഇനി കോടതി VC ആകാൻ യോഗ്യരല്ല എന്ന് ഗവർണർ എങ്ങനെയാ കണ്ടെത്തിയത്? ഗവർണർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം സർവകലാശാലയിലെ ഒരു മുതിർന്ന അധ്യാപകനെ പിടിച്ചങ്ങ് VC ആക്കുക, ഇതാണല്ലോ സംഭവിച്ചത്. VP ശ്രീ പത്മനാഭൻ, അല്ല ഞാൻ ചോദിക്കട്ടെ, അവരെ നിയമിക്കണമെന്ന് നിയമമില്ലാന്ന്, ഹൈക്കോടതി വിധിയില്ലാന്ന്, ആ പാനൽ അനുസരിച്ചോളണമെന്ന് വിധിയില്ല, നിയമമില്ല, പിന്നെ അദ്ദേഹം എന്തിനനുസരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നത് ഐ ആം പ്രൊട്ടക്റ്റഡ് ബൈ ലോ എന്നാണ്.
അതെ, അതാണ് അതാണ് ഞാൻ സുപ്രീം പറഞ്ഞത്. കോടതിയെ ഇത് വ്യാഖ്യാനിക്കുന്നത്. രാഷ്ട്രീയമല്ല. ഞാൻ തിരിച്ചു വരാം. നിയമപ്രശ്നമുണ്ട്. അതിൽ നിയമപ്രശ്നം യഥാർത്ഥത്തിൽ ഗവർണർക്ക് നിയമപ്രശ്നം. തുണയായതുകൊണ്ടല്ലേ ഇന്നിപ്പോൾ കേരള സർക്കാരിന്റെ അപ്പീൽ ഒരു ഇടക്കാല സ്റ്റേ അനുവദിക്കാതെ സർക്കാരിന് തിരിച്ചടിയായത്. നിലവിൽ വിധി വരുന്നതുവരെ സാങ്കേതിക സർവകലാശാല വിസിയായും ഡിജിറ്റൽ സർവകലാശാല വിസിയായും ഗവർണർ നിയമിച്ച താൽക്കാലിക വിസിമാർക്ക് തുടരാം. അത് സർക്കാരിന് തിരിച്ചടിയല്ലേ? കെ അനിൽകുമാർ, എൻ്റെ ചോദ്യം ഇതായിരുന്നു. നിലവിൽ ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വിസി നിയമനത്തിന് സ്റ്റേ ഇല്ലാത്തത് സർക്കാരിനുള്ളൊരു തിരിച്ചടിയാണോ? ഗവർണർ പറഞ്ഞത് ശരിവെച്ചുകൊണ്ടാണോ ഹൈക്കോടതിയുടെ തീരുമാനം? ഒരിക്കലുമില്ല. ഒരു കാര്യം, ബംഗാൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ സുപ്രീം കോടതിയുടെ വിധി എന്തായിരുന്നു? ബംഗാളിലെ സർക്കാരിനോട് കലഹിച്ചുകൊണ്ട് ബംഗാൾ ഗവർണർ അവിടുത്തെ ചാൻസലറായി പ്രവർത്തിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത്, നിങ്ങൾ സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിക്കൂ, നിങ്ങൾ ഒരുമിച്ചിരിക്കൂ. അത് ഈ രാജശ്രീയുടെ നിയമനത്തിന് ശേഷമല്ലേ, അല്ലെങ്കിൽ കണ്ണൂർ സർവകലാശാല കേസിൻ്റെ വിധിക്ക് ശേഷമല്ലേ? അപ്പോൾ സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ളതല്ല എന്ന് സുപ്രീം കോടതി കരുതുന്നുണ്ടെന്നാണോ ഈ വിഡ്ഢിയാസുരന്മാർ വിചാരിച്ചിരിക്കുന്നത്? പിന്നെ ഇവിടെ പറയുന്നത് കേട്ടു, ഇതൊന്നും ഭരണഘടന ഇല്ലയെന്ന്. ആദ്യം ഭരണഘടന വായിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് കത്തിക്കാൻ നടക്കുന്നവർ വായിക്കുമോ? ബി ജെ പിക്കാരത് വായിക്കുമോ? മനുസ്മൃതി സ്ഥാപിക്കാൻ നടക്കുന്നൊരു ഭരണഘടന വായിക്കുമോ? ഭരണഘടനയിൽ നമ്മുടെ സംസ്ഥാന പട്ടിക 25, ആ സംസ്ഥാന പട്ടികയിൽ സംസ്ഥാന സർവകലാശാലകൾ ആരുടെ കീഴിലാണ് അല്ലെങ്കിൽ ആരുടെ ലിസ്റ്റിലാണ് എന്നൊന്ന് വായിച്ചു നോക്കൂ. അതിൻ്റെ മേലെ ഏതെങ്കിലും നിയമം ഉണ്ടാക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിന് അധികാരമുണ്ടോ? അതുകൊണ്ട് കേരള നിയമസഭ പാസ്സാക്കിയ നിയമപ്രകാരമാണ് കേരള സംസ്ഥാനത്തെ സർവകലാശാലയ്ക്ക് ചാൻസലർ വന്നത്. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ആയതുകൊണ്ട് സർവകലാശാലയെ ഓട് പൊളിച്ച് വന്നയാളല്ല. ആ നിയമം പ്രവർത്തിക്കണം, ആ നിയമപ്രകാരം പ്രവർത്തിക്കണം. ആ നിയമത്തിൽ ഇപ്പോഴുള്ളതനുസരിച്ചാണെങ്കിൽ പോലും ഈ ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ ചെയ്തതെല്ലാം തോന്നിയവാസമാണ്. ഇനി അതല്ല, കേരള നിയമസഭ അവസാനം പാസ്സാക്കിയ നിയമപ്രകാരമാണെങ്കിൽ ഇതൊന്നും നടത്താൻ അദ്ദേഹത്തിന് അവകാശമില്ല. ഇപ്പോഴത്തെ നിയമത്തിൻ്റെ സങ്കീർണത എന്താ? ഞാൻ ആദ്യമേ പറഞ്ഞ പോയിന്റിന് മറുപടിയില്ല. UGC നിയമത്തിൽ വൈസ് ചാൻസലർ നിയമനത്തിന് അധികാരമാർക്കെന്ന് പറഞ്ഞിട്ടുണ്ടോ? UGC ചട്ടങ്ങളിൽ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ അതിന് സർക്കാരിന് അധികാരമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ അധികാരവും UGC-ൽ പറയുന്നില്ല. സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ആ സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് പാനൽ, ആ പാനലിൽ ഒരാളെ നിയമിക്കുന്നു ചാൻസലർ. അതാണല്ലോ ചട്ടം. അല്ലല്ല, അങ്ങനല്ല, നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ ആദ്യം ഒന്ന് പറയുന്നത് മനസ്സിലാക്കൂ ദയവായി. ഒന്ന്, 2018 UGC നിയമ ഭേദഗതിയിലാണ് UGCയുടെ ഒരു നോമിനി വേണമെന്ന് പറഞ്ഞത്. അതെന്തിനാണ്? അക്കാഡമിക്കായ സർവകലാശാല ഉയർത്താനാണ്, ഭരണപരമായിട്ടല്ല. സർവകലാശാലകൾ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ്. അതിന് ബഡ്ജറ്റ് പണം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരാണ്. സോ അതിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ, അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുടെ ചുമതല തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമസഭയുടെ മേലെ പ്രവർത്തിക്കുന്ന, അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മന്ത്രിസഭയ്ക്ക് ജനങ്ങളോടാണ് ഉള്ളത്. അത് നിർവഹിക്കണമെങ്കിൽ എന്ത് വേണം? കേരളത്തിലെ ജനങ്ങൾ സർവകലാശാലയിൽ കുഴപ്പം വന്നാൽ ചാൻസലറോട് പോയി ചോദിക്കുമോ? മന്ത്രി ഉത്തരം പറയണേ. പിന്നെ എന്തിനാ മന്ത്രി? എന്തിനാ ഉന്നത വിദ്യാഭ്യാസത്തിന്? അപ്പോൾ ആ പ്രവർത്തനം എങ്ങനെ നടത്തണം? അതാണ് സർവകലാശാല നിയമങ്ങൾ സംസ്ഥാന നിയമസഭ ഉണ്ടാക്കിയെടുത്ത് പറയുന്നത്. എന്താണ് നിയമം? ഒരു ഗവർണർ ചാൻസലറുടേതായിരിക്കണം, ഒരെണ്ണം സിൻഡിക്കേറ്റേതായിരിക്കണം. ഇനി അടുത്ത ചോദ്യം, ചാൻസലർ എങ്ങനെ നോമിനിയെ കണ്ടെത്തുന്നു? അദ്ദേഹം വന്ന സ്ഥലത്തുനിന്ന് വീട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുവരാൻ പറ്റുമോ ചാൻസലർക്ക് നോമിനിയായിട്ട്? ആ നോമിനിയെ കണ്ടെത്തുന്ന പ്രക്രിയ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടായിരുന്നു. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന ആ പ്രക്രിയയിൽ പറയാം അല്ലല്ല ഞാൻ പറഞ്ഞുതരാം. ഒരു ചാൻസലർ എങ്ങനെയാണ് നോമിനിയെ കണ്ടെത്തുന്നത്? ചാൻസലർ നോമിനിയെ കണ്ടെത്തുന്നതിന് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിക്കണം. ശാഖ പോയിട്ട് 4 ആളെ കൊണ്ടുവന്നാൽ മതിയോ? അതാ പറയുന്നത്. ഞാൻ പറയാം. ഒരു ഗവർണറായി പ്രവർത്തിക്കുന്ന ഒരാൾ ഇല്ല, തീരത്തില്ല. അപ്പോൾ ഓട്ടോണമി ഈ ചാൻസലർ ഇടപെട്ട തീരുകയല്ലേ? ഇയാൾ രാഷ്ട്രീയക്കാരനല്ലേ? 8 രാഷ്ട്രീയ പാർട്ടികൾ കാലുമാറി വന്ന് ഹവാല കേസിലും ക്രിമിനലായി നിന്ന് നമ്മുടെ രാജ്യത്ത് എന്നാ ഭരണഘടന?
അല്ലല്ലല്ല, അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഭരണഘടനാപരമായി ഗവർണർ രാഷ്ട്രീയക്കാരനല്ല, ചാൻസലർ രാഷ്ട്രീയക്കാരനാണ്. കേരളത്തിൽ വേണ്ട. ഐഡിയലായ സാഹചര്യത്തിൽ ഇതുവരെയും ഒരു ചാൻസലർക്ക് നിയമപ്രകാരം അധികാരം പ്രയോഗിക്കുന്നതിൽ സ്നേഹം ഭരണഘടനയോട് ആ ചാൻസലർ മുന്നോട്ട് പോകണമെന്ന് നമുക്ക് പറയുന്ന കാര്യമില്ല. നിയമപ്രകാരം ചാൻസലർക്ക് എവിടെ വരെ പോകാമോ അത്രയും വരെ അദ്ദേഹം പോകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം കോൺഫിഡന്റ് ആയി പറയുന്നത് നിയമം എനിക്കൊപ്പമാണ്, സുപ്രീം കോടതി വിധി എനിക്കൊപ്പമാണ്. ഒരിക്കലും മാറാമില്ല. ഇല്ല. ഇനി അടുത്ത പോയിന്റ് ഈ കണ്ണൂർ സർവകലാശാലയുടെ കേസിലെ വിധി ആ കേസിന് മാത്രം ബാധകമാണ്. കണ്ണൂർ സർവകലാശാലയുടെ നിയമവുമായി ബന്ധപ്പെട്ട ഒരു സാമ്യവും മറ്റേ സർവകലാശാലയ്ക്കില്ല. ഇനി കണ്ണൂർ സർവകലാശാല തന്നെ പുനർനിയമനം നടത്തിയത് മഹാകുറ്റമാണെങ്കിൽ മോഹൻ കുന്ദുമാരൻ്റെ പുനർനിയമനം നടത്തിയത് അതിൻ്റെ ശുപാർശ എവിടുന്ന് വന്നു? ഒരു വ്യക്തി അയാളുടെ മനസ്സിൽ ഉദിച്ച ഒരു ശുപാർശയാണ് പുനർനിയമനത്തിലേക്ക് പോകുന്നതെങ്കിൽ എവിടെയാണ് ഡ്യൂ പ്രോസസ്? അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാന സർക്കാരിനെ ചവിട്ടിയരയ്ക്കാനും ഇവിടുത്തെ ജനങ്ങളുടെ ജനവിധി അട്ടിമറിക്കാനും ആരെയെങ്കിലും ചുമന്നുകൊണ്ട് മോദി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരെ തന്നെ ചുമന്നുകൊണ്ട് തിരിച്ചു പോകണം. ശരി, ഈ കേരളത്തിൽ അനുവദിക്കാൻ പോകുന്നില്ല. ശരി, പ്രൊഫസർ എ.ജി. ജോർജ്, ധനകാര്യ ഫെഡറലിസത്തെ തകർക്കാൻ ഭാഗമായി ഫെഡറലിസത്തെ തകർക്കാനും നിലവിൽ ഈ പോരാട്ടത്തിൽ ഇരുവരും പിന്മാറുകയും സുപ്രീം കോടതി നിർദ്ദേശിച്ചതുപോലെ ചാൻസലറായ ഗവർണറും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒരുമിച്ചിരുന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കലല്ലേ സർവകലാശാലകളുടെയും വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസാരോഗ്യത്തിന് നല്ലത്? ഡോക്ടർ അരുൺ പൂർണ്ണമായിട്ട് അരുൺ പറഞ്ഞതാണ് ഒരു പരിഹാരം മാർഗം. പക്ഷേ അത് പ്രായോഗികമായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനൊന്ന് പറയാൻ സമ്മതിക്കുമോ ഡോക്ടർ അരുൺ? ഞാനൊന്ന് പറയാൻ സമ്മതിക്കുമോ? ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ തരത്തിലുള്ള ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു യോജിപ്പുണ്ടാകാനുള്ള സാധ്യത വളരെ വിദൂരത്തിലാണ്. കാരണം ഗവർണറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വളരെ ഡിഫെൻസീവായി അദ്ദേഹം ഉപയോഗിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് മറ്റൊരു തരത്തിലുള്ള ഒരു ഏതെങ്കിലും നിർദ്ദേശം വന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഇഞ്ച് പോലും അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് പിടിവാശിയുമായി മുന്നോട്ട് പോകുന്തോറും ഉന്നത വിദ്യാഭ്യാസത്തിലെ വിദ്യാർത്ഥികളുടെയും സർവകലാശാലകളുടെയും അക്കാദമിക് അന്തരീക്ഷത്തെയായിരിക്കും അത് ബാധിക്കുക എന്നതും വ്യക്തമാണ്. നന്ദി പ്രൊഫസർ എ.ജി. ജോർജ്, സേവ് യൂണിവേഴ്സിറ്റി ഫോറം പ്രതിനിധി, അഡ്വക്കേറ്റ് വി.പി. ശ്രീപത്മനാഭൻ BJP പ്രതിനിധി, അഡ്വക്കേറ്റ് കെ. അനിൽകുമാർ CPM പ്രതിനിധി ചർച്ചയിൽ പങ്കെടുത്തു. Debate with Dr. Arun Kumar.